മോളൊന്ന് വിളിച്ചു നോക്കട്ടെ. ഒന്ന് വിളിച്ചില്ലാലോ, എന്താണോ പറ്റിയത്? എടുക്കുന്നില്ലാലോ. ആ മോളെ, എന്താ പറ്റിയേ? എന്ന് വിളിച്ചില്ലാലോ അമ്മേന. ഞാൻ എന്താണോ നീ പേടിച്ചു പോയി എന്തേലും പറ്റിയെന്ന്. മോനോ എന്താ പറ്റിയേ? വയറുവേദനയോ? ഇതിപ്പോ എന്താപ്പോ? അവൻ കളിക്കെന്തേലും ചെയ്തോ? തലകുത്തി മറിയേ എന്തേലും ചെയ്തോ? ആ, വെറുതെ അല്ല, ഇത് കൊടല് മറിഞ്ഞതാണ്, വേറൊന്നുമില്ല. നീ പേടിക്കാതിരിക്കും, വിഷമിക്കൊന്നും വേണ്ട. ഡോക്ടറെ കാണിക്കാനോ? ഇതിന് ഡോക്ടറെ കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. വയറുവേദന മരുന്ന് തരും, അത് പിന്നെ മാറൂല. ഇത് കുടല് മറന്നതാ. നീ ഒരു കാര്യം ചെയ്യും, വിളക്കൊളുത്തിയതിന് ശേഷം 6 മണിക്ക് ശേഷം തിരി എടുക്കുക. വിളക്കൊളുത്തിയ തിരിയില്ലേ, അത് എടുത്തിട്ട് അവന്റെ വയറും മേലൊക്കെ നന്നായിട്ടൊന്ന് 3 വട്ടം ഒഴിയുക. എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് വീടിന്റെ തിണ്ടുണ്ടാവുമല്ലോ സൈഡിൽ, ആ തിണ്ടിൽ പോയിട്ട് കിഴുക്കാ തൂക്ക് ഇട്ട് വെച്ചാൽ മതി. അത് കത്തി തീർന്നോട് കൂടിയിട്ട് അവന്റെ വയറുവേദനയൊക്കെ മാറും. വിശ്വാസോ? എനിക്ക് അന്ധവിശ്വാസം. ഒന്ന് പോയ പെണ്ണ്, ഇത് സർവ്വസാധാരണമാണ്. നിനക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്, നിനക്ക് കളിച്ചിട്ട് തലകുത്തി മറിട്ടൊക്കെ. അമ്മയും നിന്റെ അമ്മാമ്മയും ഒക്കെ ചെയ്തിട്ടുള്ള സംഭവം തന്നെയാണിത്. നീ പേടിക്കാതിരിക്കും, നീ ഒന്ന് ചെയ്ത് നോക്ക്. എന്നിട്ട് മാറണമെങ്കിൽ മാത്രം ഡോക്ടറെ കാണിച്ചാൽ മതി. നീ മാറും, നീ പേടിക്കാതിരിക്കട്ടോ. നീ അതുപോലെ ചെയ്ത് നോക്ക്. ഇപ്പൊ സമയം വിളക്കൊളുത്താറായില്ലോ. നീ ഒന്ന് ചെയ്ത് നോക്ക്, എന്നിട്ട് അമ്മേനെ വിളിക്ക്. ശരി, മോളൊന്ന് വിളിക്കട്ടെ. പിറന്നാളുകാരൻ സദ്യയൊക്കെ ഉണ്ടാവോ? മോളെ, സദ്യയൊക്കെ കഴിച്ചോ? എല്ലാവരും കഴിച്ചോ? അമ്മയ്ക്ക് വരാൻ പറ്റിയില്ലല്ലോ, കാലുവേദന ആയതുകൊണ്ടാ. അമ്മയെ കാലുവേദനയൊക്കെ മാറിയിട്ട് കാണാൻ വരുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങോട്ട് പോര്, കുറച്ച് ദിവസം നിന്നിട്ട് പോവാലോ. അവനോ കളിക്ക്? അവൻ ഭക്ഷണം കഴിച്ചിട്ട് തെങ്ങുമ്പോ തേങ്ങ എണ്ണിയോ? നീയൊക്കെ എത്ര എണ്ണി ഇറക്കണോ? നീ ഒരു കാര്യം ചെയ്യ, അവനോട് പോയിട്ട് പറ, ബാക്കിൽ തെങ്ങ് നിൽക്കുന്നുണ്ടല്ലേ, അവിടെ പോയിട്ട് തേങ്ങ എത്ര ഉണ്ടെന്ന് എണ്ണാൻ. നല്ല ഹൈറ്റുള്ള തെങ്ങുമ്പോൾ നോക്കിയിട്ട് എണ്ണാൻ പറയണേ. എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ പറ. നന്നായിട്ട് അവ ഉറങ്ങട്ടെ, എന്നാലും കുട്ടിയോട് വലുതാവുള്ളൂ. നീയൊക്കെ എത്ര എണ്ണി ഇറക്കണു? അതൊക്കെ പിറന്നാളിന്റെ അന്നുള്ളൊരു സംഭവമൊക്കെ അല്ലേ. ഇന്ന് പലർക്കും അതൊന്നും അറിയില്ല. ഇന്നലൊക്കെ വലുതാവുള്ളൂ. നീ എന്നാ പോയിട്ട് മോനോട് പറയട്ടോ. അമ്മമ്മ രാത്രി വിളിക്കാന്ന് പറയണേ, വീഡിയോ കോൾ ചെയ്യാം കേട്ടാ. ശരി. ഹലോ, ഇവരെന്താ അവിടെ കാട്ടണേ? ഈശ്വര, എന്തായി ചെയ്യണേ? കാലിന്റെ ഇടയിൽ കൂടെ നടക്കേ? അങ്ങനെ ചെയ്യാൻ പാടില്ല. അവനോട് പറ, കാലിന്റെ ഇടയിൽ കൂടെ മുട്ടുത്തി നടക്കുന്നു. ഹൈറ്റ് വെക്കില്ല, ഉയരം വെക്കില്ല കുട്ടി. ഒന്നാമതൊരു പിറന്നാളാ, അന്നുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും വെക്കില്ല. ചെക്കനല്ലേ, ഹൈറ്റ് ഇല്ലെങ്കിൽ എന്തിനു കൊള്ളാം. അവനോട് പറ അങ്ങനെ ചെയ്യരുതെന്ന്. കാലിന്റെ ഇടയിൽ കൂടെ നടക്കാൻ നിൽക്കുന്നു. അതിന് പറ്റിയൊരു അച്ഛനും. ഇതെന്താ കളിയാ? ഇങ്ങനെയാണോ കളിക്കുക? ഞാൻ ചീത്ത പറയാൻ വേണ്ടി വിളിച്ചോന്നല്ല, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. കാലിന്റെ ഇടയിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ കുട്ടി ഹൈറ്റ് വെക്കില്ലടാ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഒരു ദിവസം നിങ്ങൾ പോരിട്ടാ നിൽക്കാനായിട്ട്. ഞാൻ പറഞ്ഞു എന്നുള്ളൂ. എന്നാലും ഇത് അങ്ങനെ കളിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇവിടെ അച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മതി, പിന്നെ കൃകൃന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ശരി എന്നാ, ടാറ്റ. മോള് വിളിക്കുന്നുണ്ടല്ലോ. എന്തുണ്ണിയേ? ഛർദിക്ക്? വയറ്റിന്നും പോകുന്നുണ്ടോ? അയ്യോ, നീയേ ചെരുപ്പിടാണ്ടെങ്ങാനും പുറത്തു കൂടെ നടന്നോ കുട്ടീനെ എടുത്തിട്ട്? ബെസ്റ്റ് ഏട്ടൻ പോണ സമയത്ത് ചെരുപ്പിടാണ്ട് ഉണ്ണീനെ എടുത്ത് പോയില്ല റോട്ടുമിക്ക്. നന്നായി. നല്ല പട്ടി മാന്തി കൊടുത്ത് നടന്നിട്ടുണ്ടാവും നീ. അതാണ് കുട്ടിക്ക് ഇങ്ങനെ ഛർദി വയറിളക്കും. നീ ഒരു കാര്യം ചെയ്യേ, മറ്റേ മുരിങ്ങയുടെ ഇല ഉണ്ടല്ലോ, മുരിങ്ങയുടെ ഇലയും വെളുത്തുള്ളിയും കൂട്ടി അരച്ചിട്ട് കുഞ്ഞിന്റെ നെറൂൽ, നമ്മൾ ഇങ്ങനെ പദം പോലെ ഉണ്ടാവുമല്ലോ, നെറൂലായിട്ട് അവിടെ ഇട്ട് കൊടുക്ക്. എന്നിട്ട് അത് ഉണങ്ങണേന് മുന്നേ മുലപ്പാൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്ക്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നനച്ചു കൊടുക്ക്. അതങ്ങനെ നനച്ചു കൊടുത്തിട്ട് ഇന്ന് മൊത്തം അങ്ങനെ ചെയ്യ്. അപ്പൊ മാറിക്കോളും. വായയിൽ വന്നതാവും. അതാണ് കുട്ടി ഇങ്ങനെ തിന്നത് മൊത്തം ഛർദ്ദിക്കണതും വയറ്റിന്ന് പോണതൊക്കെ. ഡോക്ടറെ കാണിക്കേ. എന്തിനു ഡോക്ടറെ കാണിക്കണേ? ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനൊന്നും ഡോക്ടറെ കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നീ അങ്ങനെ ചെയ്ത് നോക്ക്. എന്നിട്ട് മാറണില്ലെങ്കിൽ മാത്രം ഡോക്ടറെ കാണിച്ചാൽ മതി. ഇത് നമ്മുടെ ഓരോ പൊടിക്കൈകളല്ലേ, ഇതൊക്കെ ഓരോ വിശ്വാസങ്ങളാണ്. അതൊക്കെ ചെയ്ത് നോക്ക് നീ. ശരി, ചെയ്തിട്ട് വിളിക്കട്ടോ. ഓക്കെ. നിങ്ങളുടെ നാട്ടിലും ഇതുപോലുള്ള ആചാരങ്ങളും വിശ്വാസങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ, അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ ഉണ്ട് ഇതുപോലത്തെ ആചാരങ്ങളും വിശ്വാസങ്ങളൊക്കെ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ടാറ്റാ.